നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. നല്ല മഴയാണ് കേട്ടോ പുറത്ത്. രാവിലെ തുടങ്ങിയ മഴയാണേ. അപ്പം ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടി രാവിലെ പുറപ്പെട്ടതാ. അത് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും രാത്രിയായി. അതുപോലെ മഴയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നാൽ ശരിയാവില്ല, എൻ്റെ വീഡിയോ എടുപ്പ് നടക്കില്ല എന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ കുറച്ച് ഭാഗം ഞാനൊന്ന് വോയിസ് ഓവർ കൊടുത്തു. അല്ലാതെ രക്ഷയില്ല. അപ്പം ഞാനിന്ന് ചെയ്തിരിക്കുന്നത് ഒരു വെറൈറ്റി എന്നൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം വെറൈറ്റി ഒന്നും അല്ല ഇപ്പം. കാരണം ഒരുപാട് പേര് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങളും ചെയ്യുന്നതായിരിക്കാം. പക്ഷെ ചെയ്യാത്തവർക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ റെസിപ്പി ആയിട്ട്. മാത്രമല്ല നാട്ടിൽ വരുമ്പോഴാണ് എനിക്ക് ഇതൊക്കെ ചെയ്ത് കാണിച്ചു തരാൻ പറ്റുള്ളൂ. പിന്നെ എന്താ പറയുക, വൺസിനെ വയൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. ഇങ്ങനെ വെറുതെ ഇരുന്ന് ബോറടിക്കുന്നു, കയ്യിൽ ഒരുപാട് സ്ട്രെയിൻ കൊടുക്കാൻ പറ്റില്ല എങ്കിൽ പോലും ഇതൊക്കെ വലിയ കുഴപ്പമില്ലാത്തതാണ്. പിന്നെ ഇവിടുത്തെ ചേച്ചിമാരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താണ്, നമ്മുടെ സ്വന്തം ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം തിളപ്പിച്ചുകൊണ്ട് അതിൽ നമുക്ക് ഇടിയപ്പം, അത് നാച്ചുറൽ കളറാണത്. അപ്പോൾ കാണാനും ചന്തമുണ്ട്, ടേസ്റ്റും ഉണ്ട്, അപ്പോൾ ഹെൽത്തിയാണ്. കുട്ടികൾക്ക് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ പണ്ടെന്നൊക്കെ പറഞ്ഞ വേലി പടർപ്പിലൊക്കെ ഇങ്ങനെ വെറുതെ ആർക്കും വിലയില്ലാണ്ട് ശംഖുപുഷ്പം എന്നുള്ള രീതിയിൽ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ കാണുന്ന ഒരു പൂവായിരുന്നു. ഇപ്പം പക്ഷെ അതിന് ഭയങ്കര മാർക്കറ്റാണ്. ഇന്റർനാഷണൽ ലെവലിൽ പോലും ആ പുള്ളിക്കാരൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ പുള്ളി എന്താ പറയുക, ചെറിയ പുള്ളിയൊന്നുമല്ല നമ്മുടെ ശംഖുപുഷ്പം. അപ്പോൾ ആ ശംഖുപുഷ്പത്തിൻ്റെ ഇടിയപ്പം ഞാൻ ഈസി വേർഷനാണ് തയ്യാറാക്കി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കയ്യിന് വേദന ഉള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഈസി ആൻഡ് ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഇടിയപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇൻട്രോ കൂടിപ്പോയെന്ന് എനിക്കറിയാം. ഇൻട്രോ ആണെങ്കിൽ എനിക്ക് സ്കിപ്പ് ചെയ്യാം. അതുപോലെ തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. എന്നാലേ മാത്രമേ എനിക്ക് ഇതേപോലെ വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അറിയാം. ഒരുപാട് പേരുടെ സ്നേഹം പ്രാർത്ഥനയുടെയും ബലം കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത്. ദൈവത്തിനും നിങ്ങൾക്കും എൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും നന്ദി. കഴിഞ്ഞ വീഡിയോ എൻ്റെ സപ്പോർട്ട് കണ്ട് ഞാൻ ഒരുപാട് ഹാപ്പിയായി. അപ്പോൾ ഈ വീഡിയോയ്ക്കും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള നമ്മുടെ ശംഖുപുഷ്പം വെച്ചിട്ടുള്ള ഇടിയപ്പം തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ശംഖുപുഷ്പം പറിക്കാൻ പോവാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കുട്ടാടിനെ കൊണ്ട് എത്തിച്ചതാ. ഇപ്പൊ ആവശ്യം വന്നപ്പോ ആദ്യം തോന്നല്ലേ നോക്ക്. ഇവിടെ കുറേ ഉണ്ട്. അപ്പം നമുക്ക് ആവശ്യത്തിലുള്ള ശംഖുപുഷ്പം പൊട്ടിക്കാം. ഇതിപ്പോൾ ഇതുപോലെ കുറച്ച് വാടിയതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം ഇത് നമ്മൾ ഉണക്കിയിട്ട് ആണ് ഈ ആമസോണിലൊക്കെ ഉണങ്ങിയ ഇത് കിട്ടുന്നത്. ബട്ടർഫ്ലൈ ഇതൊക്കെ കുറേ പടർന്നിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്കിനും അപ്പുറത്തും കൂടെ പടർത്തണം കുട്ടികളെ. അപ്പൊ നമുക്ക് നമ്മുടെ ഈസി പീസി ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കാം. ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇത് എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ്. ഇത് പുതുമയൊന്നുമില്ല. പക്ഷെ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നാട്ടിൽ വരണം. അല്ലെങ്കിൽ ആമസോണിൽ നിന്ന് കിട്ടുന്ന ഡ്രൈ ആയിട്ടുള്ള ഒരുപാട് വില കൊടുത്തിട്ട് വാങ്ങിച്ചിട്ടുണ്ടാക്കണം. അപ്പോൾ നാട്ടിൽ നമ്മുടെ വീട്ടിൽ സുലഭമായി ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണേ. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ശംഖുപുഷ്പം വെച്ചിട്ട് എങ്ങനെയാണ് ഇടിയപ്പം തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് ഇടിയപ്പം മാത്രമല്ല, ഇഡ്ഡലി ഉണ്ടാക്കാം, അതുപോലെ തന്നെ കോഴിക്കട്ട ഉണ്ടാക്കാം. അങ്ങനെ പല സംഭവങ്ങളും നമുക്കിത് വെച്ച് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ കുട്ടാനോട് ചോദിക്കായിരുന്നു ചെമ്പരത്തി പൂ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെമ്പരത്തി കിട്ടാനില്ല, അല്ലെങ്കിൽ അതും കൂടെ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാമായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് വെച്ച് നമുക്ക് തൽക്കാലം ചെയ്യാം കേട്ടോ. ഇപ്പോൾ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഞാനൊരു കൈപ്പിടി എടുത്തിടുകയാണ്. ഇച്ചിരി വാടിയതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഓൾറെഡി ഉണക്കി വെച്ച് നോക്കി, ഉണക്കിയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അതും സൂപ്പറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഇതേപോലെ ശംഖുപുഷ്പം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഓരോ ദിവസം കളക്ട് ചെയ്തിട്ട് ഉണക്കിയെടുത്ത് നമുക്ക് വെക്കാം. അപ്പോൾ ശംഖുപുഷ്പം ഇല്ലാത്ത സമയത്തും ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റോളം നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കും. നല്ല കളർ ഫുൾ ഇളകുന്ന വരെ അങ്ങ് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ മഴ എവിടെ നിന്നില്ലെങ്കിലും ഓടിയെത്തും. ഇങ്ങനെ ഞാനിവിടെ വന്നു എന്ന് പറഞ്ഞിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി തിളക്കട്ടെ കേട്ടോ. ഇത് നമ്മുടെ കോവലാണ്. ഇതിൻ്റെ മേലെയാണ് നിറച്ച് കോവയ്ക്കുള്ളത്. ഇപ്പോൾ ചേച്ചി പൊട്ടിച്ചിട്ട് ഒന്നരാടം കോവയ്ക്കാത്തോരനുണ്ടാവും ഇവിടെ. ഒരു ദിവസം നമുക്ക് എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന പോലുള്ള കോവയ്ക്കാത്തോരൻ കാണിച്ചു തരാം കേട്ടോ. കളർ ഇളകി തുടങ്ങിയിട്ടുണ്ട്. കംപ്ലീറ്റ് കളർ വരട്ടെ കേട്ടോ. കംപ്ലീറ്റ് കളർ വന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് ഇതിനെ പിങ്ക് കളർ ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചാൽ മതി കേട്ടോ. എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ വെള്ളം എടുത്ത് നല്ല നീല വെള്ളത്തിലോട്ട് ഒരു ഇച്ചിരി ലെമൺ ജ്യൂസ് ഒഴിച്ച് കഴിഞ്ഞാൽ പിങ്ക് കളർ വെള്ളമാവും. ആ കളറിൽ നമുക്ക് പകുതി വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇത് ഭംഗിയില്ലേ കാണാൻ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളർ.
ഫ്രഷായി ചെയ്യുമ്പോൾ അത് ഭയങ്കര വ്യത്യാസം കേട്ടോ. ഡ്രൈ ഫ്ലവർ ചെയ്യുമ്പോൾ ഇത്ര കളർ വന്നില്ല നേരത്തെ ഉണ്ടാക്കി നോക്കിയാലും. ഇത് അടിപൊളിയായി വന്നിട്ടുണ്ട്. അങ്ങനെ മഴ തുടങ്ങി കുട്ടികളെ. അരിച്ചെടുത്തു. കുട്ടടാൻ പറയാം ഉജാല വെള്ളം കലക്കി വെച്ചിരിക്കുകയാണ്. സത്യം അതുപോലെ തന്നെ ഉണ്ട്. ഇത് ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ റെസിപ്പി ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒന്നിലേക്ക് ഇച്ചിരി ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ട് ഇതിനെ പിങ്ക് കളറായിട്ട് മാറ്റാം. മറ്റേത് ഈ കളറിൽ തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ടൈപ്പ് റെഡിയാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാത്രം എടുക്കുക. അതിലോട്ട് 1 ഗ്ലാസ് ശംഖുപുഷ്പത്തിൻ്റെ നമ്മൾ തിളപ്പിച്ച വെള്ളം, അതായത് ബ്ലൂ കളർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുന്നത്. മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് നമുക്ക് 1/2 കപ്പ് നല്ല റോസ്റ്റഡ് റൈസ് ഫ്ലോർ, അതായത് ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്യാം. ഇത് തണുത്ത വെള്ളമായതുകൊണ്ട് ഒരിക്കലും കട്ടകൾ വരില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് കൈ എടുക്കാതെ കണ്ടിന്യൂസ് ആയി ഇളക്കി നന്നായി കുക്ക് ചെയ്ത് ആ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരവസ്ഥയിലോട്ട് എത്തുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് അങ്ങ് ഇട്ട് വെച്ച് ഒരു 10 മിനിറ്റോളം ക്ലോസ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ബാക്കി വെച്ചിരുന്ന 1/2 ഗ്ലാസ് വെള്ളമില്ലേ, 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഒരല്പം ചെറുനാരങ്ങ നീര്, അത് ഞാൻ ചുമ്മാ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. ചെറുനാരങ്ങ നീര് കൂടി പോകരുത്. ഞാൻ ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നുള്ളൂ. അടിപൊളി കളറാണ്. പക്ഷേ ഇതിലോട്ട് അരിപ്പൊടി ഇടുമ്പോൾ എങ്ങനെ വരുന്ന അറിയില്ല. നമുക്ക് ഒഴിച്ച് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉപ്പും ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ചെയ്ത് നോക്കാൻ പോകുന്നത്. 1/2 ഗ്ലാസ് വെള്ളത്തിലോട്ട് 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ വെള്ളം വറ്റിച്ചെടുത്ത് സെയിം പാത്രത്തിൽ തന്നെ ഇട്ട് അടച്ചു വയ്ക്കാം 10 മിനിറ്റ്. ഇപ്പോൾ ഇവിടെ ഹെവി മഴ പെയ്യുന്നതുകൊണ്ടിരിക്കുന്ന കാരണം ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗങ്ങളിൽ വോയിസ് ഓവറാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. മഴയുടെ സൗണ്ടുള്ള കാരണേ ഞാൻ പറഞ്ഞ ഒന്നും ക്ലിയർ ആയിരുന്നില്ല. അങ്ങനെ 2 കളറ്, ആദ്യത്തേതും രണ്ടാമത്തതും നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിൻ്റെ ചൂട് ഓവറായിട്ടുള്ള ചൂട് മാറിയിട്ടുണ്ട്. പക്ഷേ അതേസമയം ഒരുപാട് തണുക്കാനും പാടില്ല കേട്ടോ. ഒരുപാട് തണുത്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്നും കൂടെ ഒന്ന് കൈ കൊണ്ട് വെച്ചിട്ടൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് സേവനാഴിയിലിട്ടതിന് ശേഷം പിഴിഞ്ഞെടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് ഇത്രയും കൈ വയ്യാത്ത ആളാണെന്ന് അറിയാലോ. എന്നാൽ പോലും എനിക്ക് പോലും ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണത്. ഇപ്പോൾ നമ്മൾ നോർമലായിട്ട് ഇടിയപ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ 1 ഗ്ലാസ് പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം കേട്ടോ. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒരുപാട് സമയം എടുക്കുന്നു മാത്രം. ഇപ്പോൾ ഞാൻ 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കാറുള്ളൂ 1 ഗ്ലാസ്സിന്. അപ്പോൾ നമുക്ക് ഈ മോൾഡിൽ, ഇങ്ങനത്തെ മോൾഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇത് കുറച്ചായിട്ട് വെച്ച് കൊടുക്കാം. 2 കളറ് മിക്കവാറും ഏകദേശം ഒരേപോലെ തന്നെ ഉണ്ട്. എന്നാലും ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഒരുപാട് അങ്ങ് വെക്കരുത് കേട്ടോ. ഇത്ര മതി. ഇനി അതിന് ശേഷം ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് കേട്ടോ. ഈ പ്രസ് 250 രൂപയ്ക്ക് കഴിഞ്ഞ കൊല്ലം വന്നപ്പോൾ അജി ചേച്ചിക്ക് വാങ്ങിച്ചു കൊടുത്തതാണ്. അതിൻ്റെ പേര് RITU, റിത്തു സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നാണ് ഈ കമ്പനിയുടെ പേര്. നല്ലതാണ്. ഇത് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞത് മാത്രം. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് ചെയ്യുമ്പോൾ തന്നെ ചിലവർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അയ്യോ ഇത് യൂസ്ഫുൾ അല്ല എന്ന് പറയും. ഇതിങ്ങനത്തെ ഒരു വെട്ടുണ്ട് ഇവിടെ. ഈ വെട്ട് ഇതിലോട്ട് കറക്റ്റായിട്ട് വരുന്നവരെ വെച്ചാൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് പ്രസ് ആക്കാൻ പറ്റുള്ളൂ കേട്ടോ. കുറേ പേർക്ക് അത് അറിയില്ല. അതന്നെ ഇവിടെ വന്നിരുന്ന ചേച്ചിക്ക് അറിയില്ലായിരുന്നു. കളർഫുൾ ഇടിയപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. നമ്മുടെ കൈയൊന്നും വേനിക്കില്ല. ഈ ഒരു മോഡൽ എല്ലാം ഉണ്ടാക്കാനും, ഇടിയപ്പം ഉണ്ടാക്കാനും, നമ്മുടെ പത്തിരി ഉണ്ടാക്കാനും, അതുപോലെ തന്നെ കൊഴുക്കട്ട ഉണ്ടാക്കാനൊക്കെ ഇതേ മെത്തേഡ് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ചിലവർ ഇതിൻ്റെ മുകളിൽ തേങ്ങപ്പീരി ഇടും. പക്ഷേ ഞാൻ ഇടാറില്ല കേട്ടോ തേങ്ങപ്പീര. അപ്പോൾ അതുപോലെ മൊത്തത്തിലുള്ളത് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ അച്ചിങ്ങനെ ഊരുമ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് മാവ് ഒട്ടി പിടിച്ചിരിക്കുന്നുണ്ടാവും. അത് എപ്പോഴും എടുക്കാൻ മറക്കരുത് കേട്ടോ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കുറേ അതിൻ്റെ ഉള്ളിൽ അങ്ങ് പെട്ടുപോകും. പിന്നെ വലിക്കുമ്പോൾ ഇത് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചാൽ മതി. നമ്മുടെ രണ്ടാമത്തെ ഉണ്ടാക്കിയത് പരീക്ഷണാർത്ഥം ഇത് 5 ഇടിയപ്പത്തിനേ ഉണ്ടാവുള്ളൂ. നമ്മൾ ചെറിയൊരു അളവിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മറ്റേത് 10 ഇടിയപ്പം കിട്ടും. നിങ്ങളുടെ കയ്യിലുള്ളത് സ്റ്റീലിൻ്റെ ഇടിയപ്പത്തിൻ്റെ മോൾഡാണെന്നുണ്ടെങ്കിൽ എണ്ണ പുരട്ടാൻ മറക്കരുത് കേട്ടോ. നോൺ സ്റ്റിക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു ഭംഗിയുള്ള കളറല്ലേ. ഞാൻ രണ്ടിനെ കമ്പയർ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. രണ്ടും ഒരുമിച്ച് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കളർ ഡിഫറൻസേ ഉള്ളൂ, എന്നാലും നല്ല കളറാണ്. ഞാൻ ആദ്യം വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഒരുമിച്ച് വയ്ക്കുമ്പോഴേ ഇങ്ങനെ അമങ്ങി പോണ പോലെ തോന്നുന്നു. അപ്പോൾ ആദ്യം ഇത് ലെമൺ ജ്യൂസ് ചേർത്തത്
ഇത് ലെമൺ ജ്യൂസ് ചേർക്കാതെ ഉള്ള സംഭവം കണ്ടോ, അതിനുണ്ട്. സൂപ്പർ അല്ലേ? വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇടിയപ്പത്തിൻ്റെ തട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ 2 തട്ടായതുകൊണ്ട് ഞാൻ 10 മിനിറ്റാണ് ഇത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. 3 തട്ടാണെങ്കിൽ 10 മിനിറ്റ് ഒക്കെ മതിയാവും. പക്ഷേ ഒരു തട്ട് മാത്രമാണ് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് റെഡി ആയി കിട്ടുമേ. അപ്പോൾ നമ്മൾ 2 കളറിൽ ഉണ്ടാക്കിയിട്ടില്ല, അതായത് ചെറിയൊരു വേരിയേഷനുള്ള എന്നാൽ പോലും കാണാൻ നല്ല ഭംഗിയുള്ള കളറിലുള്ള 2 ഇടിയപ്പം നമുക്ക് സെർവ് ചെയ്യാം. ഞാനൊരു ഇലയിലാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് പ്ലേറ്റിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്കത് നല്ലൊരു വാഴയിലോട്ട് വെച്ച് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പോകുന്നത് സ്റ്റൂ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു തേങ്ങാപ്പാലും പഞ്ചസാര ഇതിൻ്റെ കൂടെ അത്ര നന്നായിട്ടുണ്ടാവില്ല. പക്ഷേ വേറൊരു ഈ ശംഖുപുഷ്പത്തിൻ്റെ വേറൊരു വാസന ഒന്നുമില്ല കേട്ടോ. ഞാൻ കഴിച്ചു നോക്കി, അപ്പോൾ സൂപ്പറായി വന്നിട്ടുണ്ട്. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ വേറെ വല്ല ഫ്ലേവർ കയറി വരുമോന്ന്. പക്ഷെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഏത് കറിയുടെ കൂടെ നമ്മൾ നോർമലി ഇടിയപ്പോൾ എന്ത് കറിയുടെ കൂടെ കഴിക്കുന്ന സെയിം കറികളുടെ കൂടെയൊക്കെ നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇന്ന് ഇവിടെ ഒരു വെജിറ്റബിൾ സ്റ്റൂ ആണ്, പൊട്ടറ്റോ സ്റ്റൂ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേസമയം ചിക്കൻ കറിയുടെ കൂടെയും അല്ലെങ്കിൽ ഗ്രീൻ പീസ് കറിയോ കടലക്കറി എന്തിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന സൂപ്പറായിട്ടുള്ള ഇടിയപ്പമാണ്. അപ്പോൾ നമ്മുടെ ഈ വെറൈറ്റി ഇടിയപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല കണ്ടല്ലേ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. മാത്രമല്ല ഈ കളർ എന്താ പറയുക, ഈ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന വെറുതെ കളറുകളൊന്നും ചേർക്കാണ്ട് നമ്മൾ നാച്ചുറലായി കിട്ടും, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കളറുകൾ വെച്ചിട്ട് നമുക്ക് സുഖകരമായിട്ട് ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. മക്കൾക്കും നമുക്കൊക്കെ കഴിക്കാം. അപ്പോൾ ഇത് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ വെറൈറ്റീസായ റെസിപ്പീസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ മാത്രമാണ് എനിക്ക് വീണ്ടും വീഡിയോസ് ഇടാനുള്ള ഊർജ്ജം കിട്ടുള്ളൂ. അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. എന്തായാലും മഴ പെയ്യുക. അപ്പം പിന്നെ മഴയത്തൊന്നും നടന്നാലോ? കുറേ ദിവസമായി ഞാൻ വിചാരിക്കുന്നത് മഴയത്തൊന്നും നടക്കാൻ. എൻ്റെ കാലൊന്നൊരു ഉളുക്കൽ. അടിപൊളി മഴ എന്ന് പറഞ്ഞാൽ അടിപൊളി മഴ കേട്ടാ. അങ്ങനെ ഹാപ്പി ആയില്ലേ?